മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പ്രചരിപ്പിച്ചുവെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് എൽ സുബ്രഹ്മണ്യനെ അല്പസമയത്തിന് മുമ്പ് ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കലാപ ആഹ്വാനത്തിനാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പങ്കുവച്ചത് ചിത്രമല്ലെന്നും 100% തനിക്ക് ബോധ്യമുണ്ടെന്നും എൽ സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു കസ്റ്റഡിക്ക് മുമ്പ്. രാഷ്ട്രീയ പ്രേരിതം എന്നാണ് മനസ്സിലാക്കുന്നത്. 100% ശബരിമല സ്വർണ്ണക്കള്ള നടക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുക. അത് രണ്ടാളിൽ ജയിലിൽ കിടക്കുകയാണ് CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാർ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ എനിക്കെതിരെ കേസ്. എന്നിട്ട് കണ്ടില്ലേ, താങ്കൾ പങ്കുവച്ചത് ചിത്രമാണെന്ന് അങ്ങേക്ക് അല്ല, 100% അല്ല, ചിത്രമല്ല പങ്കുവച്ചത്. അല്ല. അപ്പൊ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു നടപടി, പോലീസ് നടപടി? രാഷ്ട്രീയം. അങ്ങയുടെ അറസ്റ്റ് എന്നാണ് പറഞ്ഞത്. എന്നോട് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. സ്റ്റേറ്റ്മെന്റ് എടുക്കാതെ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അറസ്റ്റ് ആണോ? ആയിരിക്കാം. ശക്തമായിട്ടുള്ള പ്രതിഷേധം. അറസ്റ്റ് ആണോ സാറേ? കസ്റ്റഡി. ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ. N. സുബ്രഹ്മണ്യനെ പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നുവെന്ന് K. പ്രവീൺകുമാർ ചോദിച്ചു. ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചത് വന്നത്, അല്ലാതെ കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ബെയിലബിൾ ഒഫൻസിന് കേസെടുത്തൊരു കേസിൽ വീട്ടിൽ പോയി രാവിലെ തന്നെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടി കേരളത്തിന്റെ നിയമ നിർവഹണ ചരിത്രത്തിൽ ആദ്യമാണ്. ഒരു BP വർദ്ധിച്ചുകൊണ്ട് BP കൂടിയതുകൊണ്ട് ഇവിടെ കാണിച്ചു, ഡോക്ടർമാരിവിടെ തന്നെ കഴിയാൻ പറഞ്ഞിരിക്കുക. അല്ലാതെ അദ്ദേഹത്തിന് പോലീസിൽ പോകുന്നതിനോ നിയമം തരുന്നോ ഒരു പേടിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇതിന് കനത്ത വില ഈ സർക്കാരും ഈ പാർട്ടിയും നൽകേണ്ടതാണ്. ഞങ്ങൾ പ്രതിഷേധിക്കുന്നു മാത്രമല്ല, ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. N. സുബ്രഹ്മണ്യന്റെ കൂടെ കോൺഗ്രസ് പാർട്ടി അടിയുറച്ച് നിൽക്കും എല്ലാ കാര്യത്തിലും. നിഖിൽ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സുബ്രഹ്മണ്യൻ വിശ്വസിക്കുന്നത് ഇത് അദ്ദേഹം പങ്കുവച്ച യഥാർത്ഥ ചിത്രമാണെന്നാണ്. രണ്ട്, അദ്ദേഹത്തിൻ്റെ BP വേരിയേഷൻ കൊണ്ടാണോ അദ്ദേഹത്തോട് നിർമ്മല ആശുപത്രിയിൽ തുടരാൻ പറഞ്ഞത്, അതോ പോലീസ് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണോ? എന്താണ് വിവരങ്ങൾ? സംഭവിച്ചത് ഇതാണ്. പോലീസ് രാവിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അദ്ദേഹത്തോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊള്ളാം, താൻ അത്ര ഗുരുതരമായിട്ടുള്ള ഒരു പിഴവല്ല ചെയ്തിട്ടുള്ളത്, താൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊള്ളാം എന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് പോലീസിന്റെ നിർബന്ധപ്രകാരം അദ്ദേഹത്തിന് അവിടെ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.